സാർ ഇവിടെ ഒപ്പിട്ടു. ബാങ്ക് നോട്ടീസ് ഇപ്പൊ കൊറിയറിലും വരാൻ തുടങ്ങിയോ? കൊല്ലാപ്പാണോ പടച്ചോനെ? ബാങ്കിൽ നിന്നല്ല, ഇത് വേറെ ആരോ വെച്ചാ. താങ്ക് യു. ശരി സാർ. എന്താണത്? ആ എനിക്കറിയോ, നോക്കട്ടെ. ജലാലുദ്ദീൻ റൂമിയുടെ കഥകൾ. ആഹാ, ചെക്കോ? 1000 രൂപ. ഒരു കത്തുണ്ടല്ലോ. ശരിയായ ഉത്തരം നൽകി എന്നെ സഹായിച്ചതിന് നന്ദി. പ്രതിഫലമായി സൂഫി കവി ജലാലുദ്ദീൻ റൂമിയുടെ കഥകൾ അടങ്ങിയ പുസ്തകവും 1000 രൂപയുടെ ചെക്കും ഇതോടൊപ്പം അയക്കുന്നു. സദയം സ്വീകരിക്കുക എന്ന് നൂറ എന്ന നൂർജഹാൻ. ഇത് കലക്കി. ഇതന്ന് നമ്മളെ ടിവിയിൽ കണ്ട കുട്ടിയല്ലേ നൂർജഹാൻ? ഉമ്മത്ത, എന്താടാ? ഇവിടെ ഒന്ന് നേരിട്ട് കാണണമല്ലോ. ഹൗസ് നമ്പർ 281/12 രാഗം സ്ട്രീറ്റ്. എന്താ ജോസ് എന്റെ അഭിപ്രായം? ഓ LDF ആയാലും UDF ആയാലും നമുക്ക് ഒരുപോലെ. ഓ ചേട്ടൻ പറഞ്ഞ ശരിയാ. ആരാലും അരിന്റെ പോലെ ഒന്നും പറയാൻ പോണില്ല. അരിന്റെ മാത്രല്ല എല്ലാത്തിന്റെ. ഇവനാരാടാ? വീട് തന്നെ. ആ വന്നോളി, ഞാൻ ഇപ്പൊ ഫ്രീയാ. വൈകുന്നേരം ബാംഗ്ലൂർക്ക് പോവാനുള്ള, വേഗം വന്നോളി. ഇത്ര പെട്ടെന്ന് വന്നാ? എന്റെ അല്ലോ, എന്തായി കാണിക്കുന്നത്? വാതിലടക്കല്ലേ? ഇവളിപ്പോ പട്ടാപകരം പരിപാടി തുടങ്ങിയോ? ഇത്തിപ്പിടം നടക്കൂല. ആരാടാ അകത്ത്? പുറത്തേക്ക് ഇറങ്ങി വാടാ. അധികം ചിരിക്കണ്ട. എന്തിനാടി നീ ഇങ്ങനെ ഒരാളായിട്ട് വട്ടളക്കണത്? എടി, എന്തിലും ആരിലും എന്തെങ്കിലും ഒരു ഡിഫറൻസ് കണ്ട ഐ ജസ്റ്റ് ഗെറ്റ് അട്രാക്റ്റഡ്. അതാണ് നൂറ. എന്താ നിന്റെ ഉദ്ദേശം? ഫ്രണ്ട്ഷിപ്പ് ഓർ ടൈം പാസ്? ആ അതറിയില്ല. അതെ, സംഗീതം മാത്രല്ല, അല്പസ്വല്പം ചട്ടമ്പിത്തരം കൂടി കയ്യിലുള്ള ആളായി ഈ ഷാജർ. മറക്കണ്ട. നൂറ, ഓ എന്റെ മൊബൈൽ നിന്റെ ബാഗിനകത്തായി പോയി. ഓ ആണോ? ആ പിന്നെ ഞാൻ കോളേജിൽ നിന്ന് വരെ ലേറ്റ് ആവും. നീ ഒരു ഓട്ടോ എടുത്ത് വീട്ടിൽ പോകും. ശരി അമ്മ. ഓക്കെ. പോ. ഇവളല്ലേ ടിവിയിൽ കണ്ട നൂർജഹാൻ? പെണ്ണുങ്ങളെ നിസ്കാര പള്ളിക്ക് മുമ്പിൽ കുറെ നേരമായാലും ചങ്ങയ്ക്ക് ഇറങ്ങി നടക്കണേ. ഒരു പൂവാലിന്റെ ലക്ഷണം ഉണ്ടല്ലോ. അത് നമുക്ക് ശരിയായി കൊടുക്കാം. നൂറ, ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പോവാം. എന്നെ RP മാളിൽ വിട്ടാ മതി. ശരി. വാ, ഇറങ്ങി ഇങ്ങോട്ട് വാ. ആ പർദ്ദയൊന്ന് താഴ്ത്തിയേ. എന്താ നൂറ? ഈ ബാഗൊന്ന്, എന്റെ ബാഗൊന്ന് കൈപ്പിടി. ഞാൻ ഇപ്പൊ വരാം, നിങ്ങൾ നടന്നോളി. വേഗം വാ, ഞാൻ ഗേറ്റിൽ നിൽക്കേ. അവിടെ നിക്കടി. അന്നെ കൈ കിട്ടൂലെന്ന് വിചാരിച്ച അന്റെ മോന്തനെ ഒന്ന് കാണട്ടെ. നേരമായിട്ടൊന്നും ഇവിടെ കിടന്ന് എടി, നമ്മുടെ ഈ സൂഫി കുമാറിന്റെ പുതിയ ആൽബം ഇല്ലേ, വലിയ ഹിറ്റാ. നീ അറിഞ്ഞോ? ശരി. എന്താ ശരിയിലൊരാക്കല്? ഒന്നുമില്ലേ. ഓക്കെ, അത് പോട്ടെ. നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആ വർമാജിയുടെ ഒരു വിവരമില്ലല്ലോ. ഇപ്പൊ ഏത് ഫോറസ്റ്റിലെ ഫോട്ടോഗ്രാഫി? സൈലന്റ് വാലി. സൈലന്റ് വാലി. എന്താ ഒരു മോഹം വെറുപ്പിക്കല്? ഇത് കേറണ്ടില്ല. പിന്നെ ഇതൊക്കെ പിടിച്ച് നടന്നു കയറാൻ പറ്റുമോ? ഇങ്ങോട്ട് വന്നേ. സൂഫി കുമാരൻ വരുന്നു. ഇയാളെ തല്ലിക്കൊന്നാലും ചാവില്ലെന്നാ തോന്നുന്നു. 100 ആയുസ കക്ഷിക്ക്. ഞാനിപ്പ വരാം. നിന്നെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. നീ ഇവിടെ ഇരിക്കടി, ഞാനിപ്പ വരാം. പെട്ടെന്ന് വരാം. എടി, ഇത് ശരിയല്ല കേട്ടോ. ശരിയാണോ കേട്ടോ? ഇനി എന്തിനുള്ള പുറപ്പെടാനോ ആവും. ഡാ, എന്തൊക്കെയായാലും നമ്മുടെ അടുപ്പിൽ വേവണ നാടൻ രുചി തന്നെ വേണം ഇവർക്കൊക്കെ കച്ചവടം നടത്താൻ. ഉമ്മത്തേത് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? നമ്മൾ ഇവർക്ക് 1.5 രൂപയ്ക്ക് കൊടുക്കുന്ന ഉഴുന്നുവട ഈ പഹയന്മാര് വിൽക്കുന്ന എത്രക്കാ കുഞ്ഞാലി? 25 രൂപയ്ക്ക്. പഠിച്ചോനെ, നേരോ? നേര്. ആഹാ, ശ്രീപാർവതി എന്താ ഇവിടെ? അത് ഒറ്റയ്ക്ക? അല്ല, ഒരു ഫ്രണ്ട് ഉണ്ട്.
ഫോൺ ചെയ്യാൻ പോയതാ. ആഹാ, ഈ ഫോണോമേനിയ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും അത്ര നല്ലതല്ല കേട്ടോ. ഫോണോമേനിയ നിന്റെ കെട്ടിയോക്ക. ബൈ ദ വേ, ഇത് എന്റെ ഉമ്മത്ത, വലിയ വെബിസ്റ്റാ. അറിയാം, ടിവിയില് കുക്കറി ഷോ കണ്ടുണ്ട്. അത്യാ മോളെ വീട് എവിടെയാ? അത് അമ്പലത്തിന്റെ. അതെ ഉമ്മത്ത, ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഡോക്ടർ ശ്രീ പാർവതി, തളിയിലെ കിഴക്കേടം കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിയാ. ആ, ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഷാജറിന്റെ LLB എന്തായി? അതിനിവന് പഠിക്കാൻ എവിടെയ നേരം? ഇവൻ വക്കീലാവുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല മോളെ. ഉള്ള സമയം പാട്ടും പാടി നടക്കുകയല്ലേ. നിങ്ങൾ പറഞ്ഞു കൊളവാക്കല്ലേ ഉമ്മത്ത, വാ പോവാ. ശ്രീ പാർവതി, യു ക്യാരി ഓൺ. ഓക്കേ ബൈ. പോട്ടെ, നിക്കടാ. വെരി നീ ഇതെവിടെയായിരുന്നു? ഷാജറിനെ നേരിട്ടൊന്ന് പരിചയപ്പെടായിരുന്നു. ഒന്നുമില്ലെങ്കിലും നിന്നെ കോടിപതിയാക്കിയ എന്റെ ഫ്രണ്ട് അല്ലേ? അത് ശരി, നിന്റെ ഫ്രണ്ട് എന്റെയും കൂടെ ഫ്രണ്ട് അല്ലേ? വാ നമുക്ക് പോവാം. എന്റെ സൂഫികുമാരാ. സുബഹി ലുഹർ അസർ മഗ്രിബ് ഇശാൻ Look wise. Okay. സൂഫി മ്യൂസിഷ്യൻ ഷാജഹാൻ LLBക്ക് പഠിക്കുന്നു. ചെമ്മങ്ങാട് പള്ളിക്ക് സമീപം വീട്. മലബാർ ടേസ്റ്റിന് പുതിയ മാനം കണ്ടെത്തിയ ഏക സഹോദരി സൈനുത്ത. ഒരുവിധം ബയോഡേറ്റൊക്കെ കിട്ടി. എന്നാലും എനിക്ക് നിന്നെ കുറച്ചും കൂടി സ്റ്റഡി ചെയ്യാനുണ്ടല്ലോ മോനെ. ആരോടാ ഒരു സംസാരം? നീ കണ്ടുപിടിച്ച വല്ല പുതിയ നക്ഷത്രങ്ങളായിട്ടാ? ആസ്ട്രോണമി തലക്ക് പിടിച്ച് വട്ടായോടി. ആ, ഒരു ചെറിയ വട്ട് തന്നെ. ഡോക്ടറെ, ഐ ഹാവ് എ കോംപ്ലിക്കേറ്റഡ് ഡൗട്ട്. പ്രണയിക്കാനാണോ അതോ പ്രണയിക്കപ്പെടാനാണോ ജനറലി ഒരാൾക്ക് താല്പര്യം? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡാ, എനിക്കറിയില്ല. പക്ഷേ അമ്മൂമ്മ എന്റെ അടുത്ത് പറയാറുള്ളത് ലവ് ആഫ്റ്റർ മാരേജ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാ. എടി, എന്താ നിനക്കിപ്പോ ഒരു റൊമാൻറ്റിക് തോട്ട്? അതാണ് ഇവിടെ ഒരു വറവിന്റെ മണം അല്ലേ? വറവിന്റെ മണോ? അതെ, ലവ്. എന്താടി, ഉറപ്പിച്ചോ? Not yet. But എന്റെ പൊന്നു ഷാജറെ, നിന്നെ ഞാൻ അങ്ങനെ ഈസി ആയിട്ട് വിടില്ല. സാരല്ലേ? അന്റെ വല്യൂപ്പ ആ. കാരന്തൂര് മൊയ്തൂട്ടി ആരാന്നറിയോ എനക്ക്? ആരെ കിട്ടിയാലും മൂപ്പര് മർമ്മം നോക്കിയൊരു ഉഴിച്ചിലുണ്ട്. ഹാ, അതങ്ങനെ ഒരു കാലം. എന്റെ മോനെ, അനക്കാരെങ്കിലും പ്രേമിക്കാൻ തോന്നിയിട്ടുണ്ടാ? ഈ കുഞ്ഞാച്ചയുടെ ഒരു കാര്യം. സത്യം പറയട കള്ള. ഇത്രയും മൊഞ്ചുള്ള ഒരു ചുള്ളത്തി പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല കുഞ്ഞാച്ചേ. പിന്നെ എങ്ങനെയാ? പോട ചക്ക.